നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. കടബാധ്യതകളും മറ്റു സാമ്പത്തിക ഇടപാടുകളും എഴുതി വെക്കാൻ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ യഅബ കാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ് ഫൽയക്തുബ് വൽയുംലില്ലദി അലൈഹിൽ ഹഖ് ഫലിയത്തഖില്ലാഹ റബ്ബഹു വലാ യബ്ഖസ് മിൻഹു ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബാധ്യതകൾ എഴുതി വെക്കണം നിങ്ങൾ. അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച്, അഥവാ എഴുതാൻ ഉള്ള അറിവ് അള്ളാഹു പഠിപ്പിച്ചതാണ് എന്നാണ്. അതാണ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ അള്ളാഹുവാണ്. എഴുത്തും വായനയും റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ഇൽമാണ്. ആ ഇൽമ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാന്യമായി എഴുതണം. ആ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫലിയത്തഖില്ലാഹ റബ്ബഹു, അള്ളാഹുവിനെ ഭയപ്പെടുകയും വേണം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിജ്ഞാനങ്ങളാകട്ടെ, ആ വിജ്ഞാനത്തെ ഏറ്റവും ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ്. ആരാണോ തങ്ങളുടെ അറിവിൽ തഖ്വയെ ഉപയോഗപ്പെടുത്താത്തത് അവർക്ക് ഈ ലോകത്തും പരലോകത്തും പരാജയമുണ്ടാകും. അതുകൊണ്ടാണ് ആ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഇൽമുകളെ ഏറ്റവും ശരിയായ രൂപത്തിൽ പഠിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്.